നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കോടികളുടെ കുടിശ്ശിക, വീണ്ടും സർക്കാർ സ്ഥാപനത്തിന്റെ ഫ്യൂസ് ഊരി KSEB. നെഞ്ചുപൊട്ടി കരഞ്ഞ അമ്മ, ഒരു നാടിനാകെ കണ്ണീരിലഴുത്തി അനന്തുവിന് യാത്രാമൊഴി. സംസ്ഥാനത്തെ റേഷൻ കാർഡ് മസ്റ്ററിംഗ് ഉടൻ നടത്തില്ല. ഡോക്ടർ ഷഹനയുടെ മരണം. ഡോക്ടർ റുവൈസിന്റെ PG പഠനം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തടഞ്ഞു. വാർത്തകൾ വിശദമായി. കുടിശ്ശിക വരുത്തിയ മറ്റ് വകുപ്പുകൾക്കും സ്ഥാപനങ്ങൾക്കും എതിരായ നടപടി തുടർന്ന് KSEB. വൈദ്യുതി കുടിശ്ശിക വരുത്തിയ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ ഫ്യൂസ് KSEB ഊരി. കോട്ടയം നാട്ടകത്തെ ട്രാവൻകൂർ സിമന്റ്സിലെ വൈദ്യുതി കണക്ഷനാണ് കട്ട് ചെയ്തത്. സ്ഥാപനം 2 കോടി രൂപ കുടിശ്ശിക വരുത്തിയതോടെയാണ് നടപടി. ഇത്രയധികം കുടിശ്ശിക അനുവദിക്കാനാവില്ല. ഇങ്ങനെ KSEBക്ക് മുന്നോട്ടു പോകാനാവില്ലെന്ന് ചൂണ്ടിക്കാണിച്ചാണ് നടപടി. വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് KSEB കടന്നുപോകുന്നത്. വൈദ്യുതി ഉപയോഗം കൂടിയതോടെ KSEBയുടെ ചിലവും ഏറുകയാണ്. ഈ സാഹചര്യത്തിലാണ് വൈദ്യുതി കുടിശ്ശിക വരുത്തിയിട്ടുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കെതിരായ നടപടി KSEB തുടരുന്നത്. നേരത്തെ പത്തനംതിട്ട റാന്നി DFO ഓഫീസ് അടക്കമുള്ള വനംവകുപ്പ് ഓഫീസുകളുടെ ഫ്യൂസ് KSEB ഊരിയിരുന്നു. വൈദ്യുതി ബില്ലിൽ കുടിശ്ശിക വന്നതോടെയാണ് KSEBയുടെ ഉദ്യോഗസ്ഥരെത്തി ഫ്യൂസ് ഊരിയത്. 17,000 രൂപയായിരുന്നു കുടിശ്ശിക. നേരത്തെ എറണാകുളം കളക്ടറേറ്റിലെ ഫ്യൂസും KSEB ഊരിയിരുന്നു. 24 മണിക്കൂറിന് ശേഷമാണ് എറണാകുളം കളക്ടറേറ്റിലെ വൈദ്യുതി പുനഃസ്ഥാപിച്ചത്. മാർച്ച് 31-നകം 57 ലക്ഷം രൂപയുടെ കുടിശ്ശിക അടച്ചു തീർക്കുമെന്ന് ജില്ലാ കളക്ടറുടെ ഉറപ്പിലാണ് ഊരിയ ഫ്യൂസ് പുനഃസ്ഥാപിച്ചത്. വിഴിഞ്ഞം തുറമുഖത്തേക്കുള്ള ടിപ്പറിൽ നിന്ന് കല്ലു തെറിച്ചു വീണുണ്ടായ അപകടത്തിൽ മരിച്ച BDS വിദ്യാർത്ഥി അനന്തുവിനെ കണ്ണീരോടെ വിടചൊല്ലി നാട്. വീട്ടിലെയും കോളേജിലെയും പൊതുദർശനത്തിന് ശേഷം അനന്തുവിന്റെ മൃതദേഹം മുട്ടത്തറയിലെ ശ്മശാനത്തിൽ സംസ്കരിച്ചു. ഡോക്ടറായി അനന്തുവിനെ കാണാൻ കൊതിച്ച നാട്ടിലേക്കുള്ള അനന്തുവിന്റെ ഒടുവിലത്തെ മടക്കയാത്രയിൽ ഒരു നാട് മുഴുവൻ കണ്ണീരണിഞ്ഞു. മകന്റെ വേർപാടിൽ ഹൃദയം പൊട്ടിയുള്ള അമ്മയുടെ കരച്ചിൽ ഒരു നാടിനെ കണ്ണീരിലാഴ്ത്തി. നെഞ്ചുപൊട്ടി കരയുന്ന ബന്ധുക്കളെ ആശ്വസിപ്പിക്കാനും നാട്ടുകാർക്കായില്ല. ഒരു നാട് മുഴുവൻ അനന്തുവിനെ അവസാന യാത്രമൊഴി ചൊല്ലാനെത്തി. ഇന്നലെ രാവിലെ 8 മണിയോടെയാണ് മുത്തച്ഛനോടും അമ്മയോടും യാത്ര പറഞ്ഞ് അനന്തു കോളേജിലേക്ക് യാത്ര തിരിച്ചത്. ഡോക്ടർ അനന്തു എന്ന ബോർഡ് വെക്കാൻ ആഗ്രഹിച്ച അനന്തു ഭവനിലേക്ക് 24 മണിക്കൂർ കഴിഞ്ഞ് അനന്തു എത്തുന്നത് ചേതനയറ്റ ശരീരമായാണ്. ഒരു നാട് പലതവണ മുന്നിൽ കണ്ട ദുരന്തം ഒടുവിൽ തേടിയെത്തിയത് നാടിനെ ആകെ പ്രതീക്ഷയായ 26-കാരനെയാണ്. പ്രവാസിയായ അജികുമാർ മകന്റെ മരണവിവരം അറിഞ്ഞ് പുലർച്ചെയോടെ നാട്ടിലെത്തി. നെയ്യാറ്റിൻകര നിംസ് ഡെന്റൽ കോളേജിലെ 4ാം വർഷ വിദ്യാർത്ഥിയാണ് അനന്തു. കോളേജിലെ പൊതുദർശനവും സങ്കടക്കാഴ്ചയായി. 100 കണക്കിന് ആളുകൾ മുക്കോലയിലെ അനന്തുവിന്റെ വീട്ടിലെത്തി. ഒരു ഉറപ്പിനും ഇനിയൊരു പരിഹാര മാർഗത്തിനും അനന്തുവിന്റെ ജീവൻ തിരികെ നൽകാനാവില്ല. ഒരു കുടുംബത്തിന്റെ കണ്ണീരും വേദനയും മാത്രം ബാക്കിയാകുകയാണ്. സംസ്ഥാനത്ത് റേഷൻ കാർഡ് മസ്റ്ററിംഗ് ഉടൻ നടത്തില്ല. സർവർ തകരാർ പൂർണ്ണമായി പരിഹരിച്ചതിന് ശേഷമാകും മസ്റ്ററിംഗ് നടത്തുക. എന്നാൽ റേഷൻ വിതരണം പൂർണ്ണമായും നടക്കുമെന്ന് ഭക്ഷ്യവകുപ്പ് അറിയിച്ചു. ആർക്കും റേഷൻ നിഷേധിക്കുന്ന അവസ്ഥ ഉണ്ടാകില്ലെന്നും ഭക്ഷ്യവകുപ്പ് വ്യക്തമാക്കി. സംസ്ഥാനത്ത് റേഷൻ കാർഡ് മസ്റ്ററിംഗ് ഈ മാസം 31-നകം പൂർത്തിയാക്കണമെന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം. ഈ മാസം 15, 16, 17 തീയതികളിൽ സംസ്ഥാനത്തെ റേഷൻ വിതരണം പൂർണ്ണമായി നിർത്തിവെച്ച് മസ്റ്ററിംഗ് നടത്താനുള്ള ക്രമീകരണം സംസ്ഥാന വകുപ്പ് ഒരുക്കിയിരുന്നു. എന്നാൽ EPOS മെഷീനുകളുടെ സർവർ തകരാർ മൂലം മസ്റ്ററിംഗ് സുഗമമായി നടത്താനായിരുന്നില്ല. ഇതേ തുടർന്നാണ് മസ്റ്ററിംഗ് താൽക്കാലികമായി നിർത്തിവെക്കാൻ വകുപ്പ് തീരുമാനിച്ചത്. ഇത് കേന്ദ്ര സർക്കാരിനെ അറിയിക്കുകയും ചെയ്തിരുന്നു. EPOS മെഷീനിലെ തകരാർ പരിഹരിക്കാൻ കൂടുതൽ സമയം വേണമെന്ന് ഹൈദരാബാദ് NICയും സംസ്ഥാന IT മിഷനും സർക്കാരിനെ അറിയിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ തകരാർ പൂർണ്ണമായി പരിഹരിച്ച ശേഷം മസ്റ്ററിംഗ് നടത്തിയാൽ മതിയെന്ന നിലപാടിലാണ് സംസ്ഥാന ഭക്ഷ്യവകുപ്പ്. മെഡിക്കൽ കോളേജ് PG അവസാന വർഷ വിദ്യാർത്ഥിനിയായിരുന്ന ഡോക്ടർ ഷഹനയുടെ മരണത്തിന് ഉത്തരവാദിയായ ഡോക്ടർ റുഫൈസിന്റെ PG പഠനം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തടഞ്ഞു. PG പഠനത്തിന് പുനഃപ്രവേശനം നൽകണമെന്ന് സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവാണ് തടഞ്ഞത്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിന്റേതായിരുന്നു നടപടി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ അപ്പീലിലാണ് നടപടി. റുഫൈസിനെതിരായ അച്ചടക്ക നടപടി തുടരാമെന്നും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. റുഫൈസിന്റെ സസ്പെൻഷൻ 3 മാസത്തേക്ക് കൂടി നീട്ടാൻ കോളേജ് നേരത്തെ തീരുമാനിച്ചിരുന്നു. ഇക്കാര്യം പരിശോധിക്കാൻ സർക്കാർ കമ്മിറ്റിയെ നിയോഗിക്കുകയും ചെയ്തിരുന്നു. കമ്മിറ്റി ഒരാഴ്ചയ്ക്കകം അച്ചടക്ക നടപടി പുനഃപരിശോധിച്ച് തീരുമാനമെടുക്കാൻ ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകി. സ്ത്രീധന പ്രശ്നത്തെ തുടർന്ന് വിവാഹം മുടങ്ങിയതിലുള്ള മനോവിഷമത്തിലാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥിനി ഡോക്ടർ ഷഹന ആത്മഹത്യ ചെയ്തത്. ബന്ധത്തിൽ നിന്നും പിന്മാറിയതിനാൽ ആത്മഹത്യ ചെയ്യുകയാണെന്ന് കാണിച്ചാണ് ഡോക്ടർ ഷഹന ഡോക്ടർ റുഫൈസിന് വാട്സപ്പ് സന്ദേശം അയച്ചിരുന്നത്.